അപ്പോൾ സർവം മെസ്സിമയം കണ്ട മറ്റൊരു മത്സരം കൂടിയാണ് കടന്നു പോകുന്നത്. അപ്പോൾ ഗോൾഡൻ ബൂട്ട് റേസിലും ലിയോണൽ മെസ്സി വീണ്ടും മുന്നിലെത്തിയിരിക്കുകയാണ്. കിലിയൻ എംബാപ്പയെ പിന്തള്ളിയിട്ടുണ്ട്. ലിയോണൽ മെസ്സിയുടെ പുതിയ ഗോൾ കണക്കുകൾ എങ്ങനെയാണ്, ആ റേസിൽ എങ്ങനെയാണ് നിൽക്കുന്നുള്ള കണക്കിലേക്കാണ് നമ്മൾ ഇനി പോകുന്നത്. അത് ഇങ്ങനെയാണ്. കിലിയൻ എംബാപ്പയ്ക്ക് ചെറിയ തരത്തിൽ എഡ്ജ് ഉണ്ടായിരുന്നു കഴിഞ്ഞ മത്സരത്തിൽ. പക്ഷേ മെസ്സി ഈ മത്സരത്തിൽ 8 ഗോളും ഒപ്പം തന്നെ അദ്ദേഹം 2 അസിസ്റ്റാണ് നൽകിയത്. ഈ മത്സരത്തിൽ ഗോൾ അടിച്ചില്ല. അങ്ങനെ ടോട്ടൽ അസിസ്റ്റ് 4, അങ്ങനെ 8-4 12 ഗോൾ കോൺട്രിബ്യൂഷൻസുമായാണ് മെസ്സി ഈ ഗോൾഡൻ ബൂട്ട് റേസിൽ ഒന്നാമതുള്ളത്. എംബാപ്പയ്ക്ക് 3 അസിസ്റ്റ്, അങ്ങനെ 11 ഗോൾ കോൺട്രിബ്യൂഷൻസ്. ഈ ലിസ്റ്റിൽ ഇനി ബാക്കിയുള്ള ആളുകൾ എന്നേ നോക്കാം. അത് എളുപ്പത്തിൽ നോക്കണം. അതായത് ഏർലിംഗ് ഹാലൻഡ് ആണ് അടുത്തത് വരുന്നത്. ഏർലിംഗ് ഹാലൻഡിന് 7 ഗോള്, അസിസ്റ്റ് ഒന്നുമില്ല. അദ്ദേഹത്തിന്റെ ലോകകപ്പ് പ്രതീക്ഷകൾ, നോർവേയുടെ ലോകകപ്പ് പ്രതീക്ഷകൾ അവസാനിച്ചതാണ്. പിന്നീട് 2 പേർ, ജൂഡ് ബെല്ലിംഗ്ഹാമും ഹാരി കെയ്നും 2 പേർക്കും 6 വീതം ഗോൾ പ്രതീക്ഷകൾ അവസാനിച്ചു. പക്ഷേ മത്സരങ്ങൾ അവസാനിച്ചില്ല. 2 പേർക്കും ലൂസേഴ്സ് ഫൈനലുണ്ട്. ഒരുപക്ഷെ ഗോൾഡൻ ബൂട്ട് എത്തിപ്പിടിക്കാൻ ഇവർക്കാകുമോ? വ്യക്തിഗതമായ ഒരു നേട്ടം കൊണ്ടെങ്കിലും ആ വലിയ നിരാശ, ലോകകപ്പ് കിട്ടിയില്ലെന്ന നിരാശ മാറ്റാൻ സാധിക്കുമോ എന്നതാണ് നോക്കുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.